CPI-യിൽ പിന്തുടർച്ചാവകാശമില്ലെന്ന് മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ. കാനം രാജേന്ദ്രന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ബിനോയ് വിശ്വത്തെ പാർട്ടി സെക്രട്ടറിയാക്കാനുള്ള തീരുമാനത്തോടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കാനം രാജേന്ദ്രന്റെ കത്ത് കണ്ടിട്ടില്ല, ഭരണഘടനാനുസൃതമായാണ് പാർട്ടി പ്രവർത്തിക്കുകയെന്നും താൽക്കാലിക സെക്രട്ടറി അടിയന്തര ആവശ്യമുള്ളതായി തോന്നുന്നില്ല എന്നും കെ ഇസ്മയിൽ പറഞ്ഞു. ഇപ്പോൾ കെ ഇസ്മയിൽ നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ കെ ഇസ്മയിൽ, താങ്കൾക്ക് കേൾക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ഈ കാനം രാജേന്ദ്രന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നതിന് തൊട്ടു പിന്നാലെ CPI താൽക്കാലികമായി സംസ്ഥാന സെക്രട്ടറിയെ കണ്ടെത്തുന്നു. ആ ഘട്ടത്തിൽ അതിനുശേഷം ഈ വിഷയത്തിൽ അത്തരമൊരു അടിയന്തര സാഹചര്യം പാർട്ടിയിൽ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം പല നേതാക്കളും അവിടെ ഉയർത്തി എന്ന് പറഞ്ഞു. താങ്കൾ തന്നെ നേരത്തെ പ്രകാശ് ബാബുവിൻ്റെ കാര്യം പറഞ്ഞു. മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മരിച്ചുപോയ സംസ്ഥാന സെക്രട്ടറിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് തൊട്ടു പിന്നാലെ താൽക്കാലിക സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു, ചുമതല ഏൽപ്പിച്ചു എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചൊരു നല്ല കീഴ്വഴക്കമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? സഖാവ് കാനം രാജേന്ദ്രൻ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. 2-3 മാസത്തിൻ്റെ ഉള്ളിൽ അസുഖമൊക്കെ ഭേദമായി കൃത്രിമ കാല് വെച്ച് അദ്ദേഹം തിരിച്ചു വരും എന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷയുണ്ടായിരുന്നത്. തലേ ദിവസം വരെ പോയ സഖാക്കളോട്, അദ്ദേഹത്തെ കാണാൻ പോയവരോടൊക്കെ തന്നെ വളരെ ഉത്സാഹവാനായിട്ടാണ് സംസാരിച്ചത്. കഴിയുന്നതും വേഗം തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം ഞങ്ങളെ വിട്ടുപിരിഞ്ഞത്. അത് ഞങ്ങളിലൊക്കെ വലിയ ഒരു വലിയ ഒരു അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു അത്യാഹിതമാണ് സംഭവിച്ചത്. അകാലത്തിലുള്ള ഒരു വേർപാടായിരുന്നു. അദ്ദേഹം 3 മാസക്കാലം അവധി അപേക്ഷിച്ചിരുന്നു. അവധി കഴിഞ്ഞ് വരുന്നതിൻ്റെ ഇടയിൽ തൽക്കാല ചുമതല ഒരാൾക്ക് കൊടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ കത്തിൽ ഉന്നയിച്ചിരുന്നു എന്നാണ് പത്രവാർത്തകളിലൂടെ എനിക്കും അറിയാൻ ഇടയായത്. അദ്ദേഹം മരിച്ചുവെന്ന് വാർത്ത അറിഞ്ഞപ്പോൾ ഞങ്ങളാകെ വിഷമത്തിലായിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി വന്നത് മുതൽക്ക് അതിനോടൊപ്പം 3 ദിവസവും ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ശവസംസ്കാരമെല്ലാം കഴിഞ്ഞാണ് ഞാൻ തിരിച്ചു വന്നത്. പിറ്റേ ദിവസം പത്രവാർത്ത കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, ചില സഖാക്കൾ ഇത്ര തിരക്ക് പിടിച്ച് കമ്മിറ്റി കൂടേണ്ടതുണ്ടോ, ഇങ്ങനൊരു താൽക്കാലിക സെക്രട്ടറി എടുക്കേണ്ടതുണ്ടോ എന്ന ആശങ്ക ചില സഖാക്കളവിടെ പുറപ്പെടുവിച്ചു എന്ന് പത്രങ്ങളിലും ചാനലുകളിലും കാണാനിടയായതിനെ തുടർന്നാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറി ഇല്ലാതാകുമ്പോൾ അത് തിരഞ്ഞെടുക്കേണ്ട ബാധ്യത സംസ്ഥാന കമ്മിറ്റിക്കാണ്. സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിക്കും. ഉപരി കമ്മിറ്റിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവരൊരു നിർദ്ദേശം അവതരിപ്പിക്കാൻ എണ്ണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അതൊക്കെയാണ് അതിൻ്റെ ഒരു നടപടിക്രമം. അതിനൊന്നില്ലാതെ തിരക്ക് പിടിച്ച് ചെയ്ത് എന്തുകൊണ്ടാണ് എന്നതായിരിക്കും ഒരുപക്ഷേ സഖാക്കൾ ആശങ്ക പുറപ്പെടുവിച്ചിട്ടുണ്ടാവുക. ഏതായാലും സംഗതി ഒരു താൽക്കാലിക സെക്രട്ടറിയെ തീരുമാനിച്ചു. ബിനോയ് വിശ്വമാണ്. ബിനോയ് വിശ്വം വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരനാണ്. തലനരച്ചുവെങ്കിലും അദ്ദേഹം ചെറുപ്പം തന്നെയാണ്. നല്ല കഴിവുള്ള യോഗ്യതയുള്ള ചെറുപ്പക്കാരനാണ്. പാർട്ടിയെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പാർട്ടിയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പാർട്ടിയെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, പാർട്ടിയെ ശക്തിപ്പെടുത്താനും കഴിയുന്ന ശേഷിയും ഒരു നല്ല പാർട്ടി സെക്രട്ടറി ആകുമെന്ന് തന്നെ ഞാൻ കരുതുന്നത്. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചാണ് ചില വിമർശനങ്ങൾ പത്രവാർത്തകളിലൂടെ ചില ആളുകൾ ഉന്നയിച്ചതായിട്ട് കാണാനിടയായത്. ആ വിഷയമായിരിക്കും ഉന്നയിച്ചിട്ടുണ്ടാകുക. അതിൽ കവിഞ്ഞ് അതിൽ പരാതിയൊന്നുമില്ല. ഇപ്പോൾ 28-ാം തീയതി കമ്മിറ്റി കൂടുന്നുണ്ട്. ഈ 15 ഇന്നും നാളെയായിട്ട് നാഷണൽ എക്സിക്യൂട്ടീവ് ഭുവനേശ്വറിൽ കൂടുന്നുണ്ട്. അതിൽ വെച്ചും 28-ാം തീയതി കൂടുന്ന സംസ്ഥാന കൗൺസിലിൽ വെച്ചും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകും. അതുകൊണ്ട് അത് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ കെ ഇസ്മയിൽ, 28-ന് കൗൺസിൽ ചേരാനിരിക്കുകയാണല്ലോ. വേറൊരു പേര് ആ കൗൺസിലിലേക്ക് ഉയർന്നു വരുമോ? അങ്ങനെയാണെങ്കിൽ അതൊരു മത്സരത്തിലേക്കൊക്കെ പോകുമോ? കൗൺസിൽ ചേരാൻ ഇരിക്കെ ഇത്തരമൊരു തിടുക്കപ്പെട്ട തീരുമാനം വേണ്ടെന്ന അഭിപ്രായം പാർട്ടിക്കകത്തുണ്ടെന്ന് താങ്കൾക്ക് തന്നെ വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു പേര് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടോ? അല്ല, കൗൺസിൽ അങ്ങനെ വരാതിരിക്കുകയോ ചെയ്യാമല്ലോ. കൗൺസിൽ വരുന്നോ വരാതിരിക്കുന്ന പ്രശ്നമല്ല.
ഇപ്പം താൽക്കാലിക സെക്രട്ടറി ഉണ്ട്. ഇപ്പോഴത്തെ സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. 28-ാം തീയതി ഈ പ്രപ്പോസൽ കമ്മിറ്റിയിൽ വയ്ക്കും. ചിലപ്പോൾ കമ്മിറ്റി ഏകണ്ഠമായിട്ട് ആ പ്രപ്പോസൽ അംഗീകരിക്കും. അല്ല വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പേരുകളോട് ഉന്നയിക്കും. അതിനെക്കുറിച്ച് അങ്ങോട്ടും സഹാക്കൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഏകീകരിച്ച ഒരു ധാരണയുണ്ടാക്കി ഒരു സെക്രട്ടറി തീരുമാനിക്കും. പിന്നെ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി. ഈ വ്യത്യസ്തമായ പേര് ഉയർന്നു വരിക എന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയായി മാറും. കാരണം ഇപ്പോൾ തിടുക്കത്തിലൊരു തീരുമാനം വേണ്ട. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, അസിസ്റ്റന്റ് സെക്രട്ടറിമാരുണ്ട്, കമ്മിറ്റികളെല്ലാം ഉണ്ട്. ഇവർക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചുരുങ്ങിയ സമയമാണ് ബാക്കിയുണ്ടായിരുന്നത് കൗൺസിൽ ചേരാൻ. അപ്പോൾ തിടുക്കത്തിൽ ഒരാൾ വരിക, അതിൽ പാർട്ടി കമ്മിറ്റിയിൽ തന്നെ ആ പേര് വന്നപ്പോൾ തന്നെ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുക, അതൊക്കെ മാധ്യമങ്ങളിലൂടെ വാർത്തയാവുക. അത്തരമൊരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് പാർട്ടിക്കുള്ളിൽ എന്ന് തന്നെയാണല്ലോ അത് വ്യക്തമാക്കുന്നത്. അല്ല, കമ്മിറ്റിയിൽ വ്യത്യസ്ത അഭിപ്രായം വന്നു എന്ന് പത്രങ്ങളും ചാനലുകളും റിപ്പോർട്ട് ചെയ്തത് അതിൻ്റെ നടപടി പ്രശ്നത്തെക്കുറിച്ചാണ്. സെക്രട്ടറിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അവരാരും ഉന്നയിച്ചിട്ടില്ല. സെക്രട്ടറി ബിനോയ് വിശ്വ ആകാൻ പാടില്ല എന്നൊന്നും അവരാരും പറഞ്ഞിട്ടില്ല. ഇത്ര തിരക്ക് പിടിച്ചിങ്ങനെ വേണ്ടിയിരുന്നോ എന്ന ഒരു സംശയം ഉന്നയിച്ചതിൽ കവിഞ്ഞ് സെക്രട്ടറിയിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് 28-ാം തീയതിത്തെ കൗൺസിലിൽ ചിലപ്പോൾ വളരെ എളുപ്പത്തിൽ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു വരും. യെസ്, എന്തായാലും ഇതിൽ നേരത്തെ താങ്കൾ പറഞ്ഞതാണ് ഈ എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചില രീതികളും ചില നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കാനം രാജേന്ദ്രൻ അദ്ദേഹത്തിന് ആരോഗ്യം മോശമായിരുന്ന സമയത്താണ് ഒരു കത്ത് സെൻട്രൽ ലീഡർഷിപ്പിന് നൽകുന്നത്. അതിൽ അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുന്ന പശ്ചാത്തലത്തിൽ പകരം ജോലികൾ ചെയ്യാൻ, പകരമായി അദ്ദേഹത്തിന് ചുമതലകൾ വഹിക്കാനുള്ള ചില നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അത് അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായി നമ്മളെ വിട്ടുപിരിഞ്ഞ പശ്ചാത്തലത്തിൽ ആ കത്തിലെ ഉള്ളടക്കം വീണ്ടും നടപ്പാക്കണമെന്നത് ഒരു നല്ല രീതിയാണോ? അതൊരു കീഴ്വഴക്കമല്ലല്ലോ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അല്ല, അവരെ നയിച്ച ചേതോവികാരം എന്താണ് എന്നെനിക്ക് പറയാൻ കഴിയില്ലല്ലോ. ഞാനിപ്പോൾ കമ്മിറ്റിയിലൊന്നുമില്ല. ഞാനിപ്പോൾ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവിലും നാഷണൽ കൗൺസിലിലും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഏറെക്കാലം ഒരുപാട് വർഷം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 75 വയസ്സിൽ കൂടുതലുള്ള ആളുകൾ പാർട്ടിയുടെ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് ഒഴിവാകണമെന്നുള്ള നിലയിൽ മാറി നിൽക്കുന്നതിലെ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പാർട്ടിക്കകത്തുള്ള അത്തരം വിഷയങ്ങളൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും എനിക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വല്ലതുണ്ടെങ്കിൽ, എനിക്കുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഞാനത് പാർട്ടി സഹാക്കളോട് ആശയവിനിമയം നടത്തും. പാർട്ടി നേതൃത്വത്തെ വിവരങ്ങൾ അറിയിക്കുന്നല്ലാതെ സമയാസമയങ്ങളിൽ അറിയുന്നതിനുള്ള പ്രയാസങ്ങൾ എനിക്കുണ്ട്. ഞാൻ അറിഞ്ഞിടത്തുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് ഈ വർത്തമാനങ്ങൾ പറഞ്ഞത്. പത്രമാധ്യമങ്ങളിൽ കണ്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് കൂടുതൽ ബന്ധപ്പെടും. എന്തായാലും 28-ാം തീയതിയോട് കൂടി ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും. ശരി, വളരെ നന്ദി ശ്രീ കെ ഇസ്മായിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. 28-ന് കൗൺസിൽ, CPIയുടെ സംസ്ഥാന കൗൺസിൽ ചേരാനിരിക്കുന്നുണ്ട്. തിടുക്കത്തിലാണോ തീരുമാനമെന്ന് പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ച, അതിൻ്റെ വിവരങ്ങൾ തന്നെയാണ് അദ്ദേഹവും പങ്കുവച്ചത്. മറ്റൊരു പേര് ഉയർന്നു വരുമോ എന്ന ചോദ്യത്തോട് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം, അതിൽ കമ്മിറ്റിക്ക് ഉചിതമായ തീരുമാനമെടുക്കുകയും ചെയ്യാം എന്നതാണ് ശ്രീ കെ ഇസ്മായിൽ ഈ ഘട്ടത്തിൽ നമ്മളോട് പങ്കുവച്ചത്.